ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH85. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH85. കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കേരളത്തിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1957. കേരളത്തിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1957. സാത്രിയ എന്ന ശാസ്ത്രീയ നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്? അസം. സാത്രിയ എന്ന ശാസ്ത്രീയ നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്? അസം. സ്പൈക്കർ എന്നത് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട പദമാണ്? വോളിബോൾ. സ്പൈക്കർ എന്നത് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ട പദമാണ്? വോളിബോൾ. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച മങ്ക്ഡച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച മങ്ക്ഡച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഭൂട്ടാൻ. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ലീച്ചിങ്. ICDSന്റെ പൂർണ്ണരൂപം എന്ത്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ICDSന്റെ പൂർണ്ണരൂപം എന്ത്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്? തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്? തളിര്. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ജൂലൈ 21. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ജൂലൈ 21. ധരാതലീയ ഭൂപടങ്ങളിൽ ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം രേഖപ്പെടുത്തുന്ന രീതി ഏത്? ബെഞ്ച് മാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം രേഖപ്പെടുത്തുന്ന രീതി ഏത്? ബെഞ്ച് മാർക്ക്. ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യ ഏത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? കാവേരി. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? കാവേരി. താപ്തി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം? സൂറത്ത്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം? സൂറത്ത്. മലമ്പനിക്ക് കാരണമായ രോഗാണു? പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? പ്രോട്ടോസോവ. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? കമ്പനം. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് ആര്? ഹെൻറി കാവൻഡിഷ്. 1948 ഫെബ്രുവരിയിൽ നടത്തിയ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? ജുനഗഡ്. 1948 ഫെബ്രുവരിയിൽ നടത്തിയ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ്. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്? JC കുമരപ്പ കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പാക്കിയത്? JC കുമരപ്പ കമ്മിറ്റി. തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണാവസാന കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ധർമ്മരാജ. തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിയുടെ ഭരണാവസാന കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? ധർമ്മരാജ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായം. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ഏത് മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം? ഒരു ദേശത്തിന്റെ കഥ. ഏത് മലയാളം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം? ഒരു ദേശത്തിന്റെ കഥ.
ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ആര്? മേയോ പ്രഭു. ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? മേയോ പ്രഭു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം എന്നിവ ഏത് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു? നിയമലംഘന സമരം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം എന്നിവ ഏത് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു? നിയമലംഘന സമരം. പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വയനാട്. പക്ഷിപാതാളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏത്? റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? റാന്നി. കേന്ദ്ര സർക്കാർ നിയമിച്ച അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്താണ്? മണിപ്പൂർ കലാപം. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്താണ്? മണിപ്പൂർ കലാപം. 30 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.